അല്ല, ഞാൻ ആദ്യം കണ്ടപ്പം വിചാരിച്ചേ ഈ മുട്ട ബജിയൊക്കെ നമ്മള് പൊരിക്കാൻ വേണ്ടി ചട്ടി കിട്ടി കഴിഞ്ഞാല് ചട്ടയം കൊണ്ട് വേറെ ആക്കിയിട്ടില്ലാണ്ടുണ്ടെങ്കിൽ അതൊന്നായിട്ടൊരു മാല പൊരുത്തമായിട്ടുണ്ടാവും. എന്ന മാതിരി രണ്ട് വലിയ നെയ്യപ്പം ചട്ടയം കൊണ്ട് വേറാക്കാൻ വിട്ടാണ്. പിന്നെ ആ വള്ളിയും വേറൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ബ്രേസറാന്നുള്ളത്. എന്താണെങ്കിലും എന്റെ സംശയം അതല്ല, ഈ പുതിയ ബ്രേസറൊക്കെ ഇതേമാതിരി മൈദയും മുക്കിയിട്ട് 10 ഉറുപ്പ്യക്ക് വിറ്റാ മുതലാവോ? യൂസ്ഡ് ആവാനാ സാധ്യത. അപ്പോഴും പ്രശ്നമുണ്ട്, ഈ യൂസ്ഡ് ആണെങ്കിൽ തന്നെ തൊഴുന്നതെല്ലാം കൂടി കളക്ട് ചെയ്ത് ഓരോ ദിവസത്തിനുള്ളതും പൊരിക്കാനും വിൽക്കാനും കിട്ടുക. ഇതിന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാ രാജ്യത്തും ഡീലർമാരുണ്ടായിരിക്കണം ഈ ജഡ്ഡിയും ബ്രേസറൊക്കെ ഇങ്ങോട്ട് എത്തിച്ചു കൊടുക്കാൻ. നമ്മളെ രാജ്യത്ത് നിന്ന് മിക്കവാറും ബനായിരിക്കും. അല്ല, ഇവന്റെ പേരിലുള്ള കേസും അതാണല്ലോ. 120 ചെട്ടിയാണല്ലോ ഒരൊറ്റ പേരിന്ന് കട്ടത്, ഫട്ടി. അല്ല, നമ്മളന്ന് ചിന്തിച്ചിരുന്നല്ല ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയിട്ടാ ഇടണെന്ന്. ഇതാണ് പരിപാടി. ഇത് ഇവിടുന്ന് കട്ടുങ്ങാണ്ട് അങ്ങോട്ട് കയറ്റി വിടാം. കമ്മീഷൻ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും ഒരു ചെട്ടിക്ക് ഒരു ബ്രേസറിന് ഇത്ര പൈസ എന്നുള്ള. അല്ലാതെ പുതിയ ബ്രേസർ വാങ്ങിയിട്ട് ഒരിക്കലും മുതലാവില്ല. എന്താ വില എന്നറിയോ?